എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അറബി പഠിക്കാൻ പോവാണ്. അറബി പഠിക്കാൻ പോവുകയാണ്. നിങ്ങളെ ടീച്ചറെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ. ടീച്ചറെ എല്ലാവരും പരിചയപ്പെട്ടോ? അപ്പൊ ടീച്ചർ വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോ ഞാൻ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് തുടങ്ങുക എന്നാണ്. എന്ത് പറയും? ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഓക്കെ, ഉദ്ഘാടനം ചെയ്യാന്നുള്ളതാണ് എന്റെ പണി. അപ്പോ നമ്മള് അറബി പഠിക്കാൻ പോണ്. അറബി പഠിച്ചിട്ട് എന്താ ചെയ്യുക? അറബി പഠിച്ചിട്ട് ഖുർആൻ വായിക്കും. പിന്നെ എന്ത് ചെയ്യാം? അറബി പഠിച്ചാല് ഗൾഫിലൊക്കെ പോയാൽ അറബി സംസാരിക്കാം. അവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം, എല്ലാം എഴുതി കൊടുക്കാം, അപേക്ഷ എഴുതി കൊടുക്കാം, സംസാരിക്കാം ആൾക്കാരോട്. ഇപ്പം നമ്മള് കേരളത്തിൽ മലയാളത്തിൽ സംസാരിക്കും, കേരളത്തിന്റെ പുറത്തു പോയാൽ ഹിന്ദി സംസാരിക്കും, ഉറുദു സംസാരിക്കും. അപ്പോ അറബി പഠിച്ചാൽ ഖുർആൻ വായിക്കാം. ഖുർആൻ എന്താണ്? അള്ളാന്റെ സംസാരമാണ്. അള്ളാഹ് നമ്മുടെ അടുത്ത് പറയുന്നത് എവിടെ എഴുതിയിട്ടുണ്ട്? ഖുർആനിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ അത് വായിച്ച് പഠിച്ച് നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ് അറബി പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും എന്ത് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്? ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് പറയും? ബിസ്മില്ലാ. അപ്പോ അറബി പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹി റഹ്മാനി റഹീം പറഞ്ഞു നോക്ക്. ബിസ്മില്ലാഹി ഒന്നൂടെ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഓക്കെ, എല്ലാരും പറഞ്ഞോ? ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മള് തുടങ്ങുക. ഓക്കെ, അപ്പൊ ഓരോരുത്തര് അവരവരുടെ പേരൊന്ന് പറയൂ, കേക്കട്ടെ. എന്റെ പേര് ഐസിൻ. ഐബിൻ, മാഷാ അല്ലാഹ്, നല്ല പേര്. അടുത്ത ആള് പറയൂ, പേര് പറഞ്ഞോ. എന്താ പേര്? ഉറക്കെ പറയ്. ആഹാ, ഇനിയാരാ? നിങ്ങൾക്ക് നല്ല ടീച്ചറുണ്ട്. ടീച്ചർ കാത്തിരിക്കുകയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. ടീച്ചർ വരും. ഓക്കെ, ഇനി ആരാ പേര് പറയാത്തത്? സെയ്ദ്. സെയ്ദ്, ഉറക്കെ പറഞ്ഞോ. ഇമാദ്. ഇമാദ്. ഓക്കെ, ഇനി ആരാ? ജമീല. ഹമീദ. അമീറ. അമീറ, ഫൈൻ, നല്ല പേരാ. ഓക്കെ, അപ്പോ ഞാൻ ടീച്ചർക്ക് മൈക്ക് കൊടുക്കുകയാണ്. ടീച്ചർ വരും ഇനി. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരിക്കൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ടീച്ചർ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? നല്ല വിശേഷം. മാഷാ അല്ലാഹ്. ഹസൻ അല്ലേ?
ഹസൻ, ഐസിൻ, ഇമാദ്, അമീറ, പിന്നെ ആരാ? ഐറിൻ ഉണ്ട്. അത് ഐറിൻ അല്ലേ? അല്ലെ, ഐറിൻ അല്ലത്? ഐറിൻ. മുഹമ്മദ് സെയ്ൻ ഇല്ല അല്ലെ? 12-ാം ഭാഗത്തോട്ട് ഓക്കെ ഓക്കെ. ആരൊക്കെ ഇപ്പൊ ഉള്ള സാംസങ്ങിലുള്ളത്? ഇപ്പൊ ആരാ ജോയിൻ ആയ? ഇതാരാണ്? എന്താ മോളെ പേര്? ഐറിൻ. ഓക്കെ 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 ആ ഓക്കെ ഓക്കെ ഐറിൻ. ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ചു പേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരെ കണ്ടിട്ടില്ല. നമുക്ക് തുടങ്ങാം. ഇൻഷാ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഉസ്താദ് പറഞ്ഞ പോലെ അറബി ഭാഷ പഠിക്കാൻ തുടങ്ങാം. ഇൻഷാ അല്ലാ. പുസ്തകം കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? കൈ പൊട്ടിയിട്ട് കിട്ടിയെന്ന് പറയും. കേൾക്കുന്നില്ലേ? ഞാന് ബുക്ക് എടുത്തിട്ടില്ല. ലാഗ് വരുന്നുണ്ടോന്നില്ല ഞാൻ പറയുന്നത്. മാം പറഞ്ഞ കഴിക്കണ്ട. കേൾക്കുന്നുണ്ടോ നമുക്ക്? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ നല്ല ക്ലിയർ ഇല്ലേ? ഇടക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇല്ല, മൈക്ക് മാം ഇവിടെ ആവുന്നില്ല. ഇവിടെ രാവിലെയാണ്. വേറെ സംസാരിക്കല്ലേ, ഞാൻ പറയുന്നത് കേൾക്കൂല. ബുക്ക് കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ബുക്ക് കിട്ടിയവര് ബുക്കും പെൻസിലും എടുക്കുക, അല്ലാത്തവര് ഒരു വരയുള്ള നോട്ട് ബുക്കും പെന്നും. നമ്മള് ഓക്കെ, നമ്മൾ പഠിക്കുന്ന ഭാഗത്തോട്ട് പോവാട്ടോ. നമ്മുടെ ബുക്കിലോട്ട്. ആ, ബുക്ക് എടുക്കട്ടെ? ബുക്ക് എടുത്തോളി. ബുക്ക് എടുത്തു. അവിടെ ജസ്റ്റ് അപ്പുറത്തെ ടേബിളിലാണ്. ബുക്ക് എടുത്തു. ബുക്ക് എടുത്തു. ഞാൻ ബുക്കിലോട്ട് വരാട്ടോ. ലാഗ് ഉണ്ട് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയല്ലേ വരുന്നേ? ഓക്കെ. അതില് 7-ാമത്തെ പേജ് മുതലാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അതില് 6 അല്ലേ 7-ാമത്തെ പേജ്? ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നോട്ട് ബുക്ക് എടുത്തിട്ട് സ്ക്രീനിൽ നോക്കിയാൽ മതി കേട്ടോ. ബുക്കിൽ അതേ ഇതാണ് നമ്മള്. പ്രിന്റ് എടുത്ത പേപ്പർ ഉണ്ട്. പ്രിന്റ് എടുത്ത ഓ പേപ്പർ. ഓ ഓ ഓ അത് മതി, അത് മതി. നമുക്ക് നാട്ടിൽ വന്നില്ല. മാം ഓ,
സൗണ്ട് കേട്ടത് ജസ്റ്റ് എന്റെ അമ്മ എന്താ പറയുന്നേ? അത് ജസ്റ്റ് എന്റെ മോമിന്റെ ഒന്ന് ഫിഫ്ത് ഉണ്ടോന്ന ബേക്കറാണ്. അപ്പൊ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കാണ് അവിടെ, അതാണ് സൗണ്ട് കേട്ടത്. അങ്ങനെ വലിയ സൗണ്ട് ഉണ്ടാവുമ്പോ ഐസിന്റെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതിട്ടാ. അപ്പൊ ജ്യൂസൊക്കെ കുടിച്ച് ക്ഷീണം മാറി ഇരിക്കാൻ ടീച്ചർ ഫസ്റ്റില് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ അത് മറന്നുപോയാ? അത് മറന്നുല്ലേ? ഇനി നാളെ മുതൽ നേരത്തെ ഓക്കെ നാളെ മുതൽ നേരത്തെ ജ്യൂസൊക്കെ കുടിച്ച് റെഡി ആയിരിക്കണം കേട്ടോ. ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിച്ച്, പിന്നെ ആവശ്യമില്ലാത്ത ഒന്ന് ഓറഞ്ച് കട്ട് പീസ് ഞാന് സ്ക്വാഷ് ആക്കിയിട്ട് അതിന്റെ ഇച്ചിരിയായിട്ട് ജ്യൂസ് ഇല്ലേ അതിന്റെ ഡ്രോപ്സ് എന്റെ വായയിൽ വെച്ച്. ഓക്കെ അടിപൊളി. അപ്പൊ ഇനി നമുക്ക് നമ്മളെ പേജിൽ എന്താ നോക്കല്ലേ? ഉസ്താദ് പറഞ്ഞ പോലെ നമ്മൾ അറബി ഭാഷ പഠിക്കാൻ പോയല്ലേ? അറബി ഭാഷ എങ്ങനെ എഴുതുക അറിയോ? അത് അതിന്റെ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഞാൻ മുമ്പൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അറബി ഭാഷ. അപ്പൊ ആദ്യമായിട്ട് എഴുതുന്നവർക്ക് വേണ്ടി ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഐസിൻ ഞാൻ പറയുന്നത് കേൾക്കട്ടോ. ഓക്കെ, ഞാന് സുബിത പഠിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഐസിൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കട്ടോ ഐസിൻ. സുബിത പിന്നെ വേറെ കൊറേ അത് നോക്കൂല, ഈ ബുക്കിലോട്ട് നോക്ക്. റൈറ്റ് ലെഫ്റ്റ് റൈറ്റിംഗ്. അപ്പോ അറബി ഭാഷ നമ്മളെപ്പോഴും വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തോട്ടാണ് എഴുതുക. ഇതുവരെ നമ്മൾ ഇംഗ്ലീഷും മലയാളമൊക്കെ എഴുതിയത് എവിടുന്നാണ്? ഈ മാർജിന്റെ ഈ സൈഡിൽ നിന്ന് അങ്ങടല്ല എഴുതിയത്. ഇപ്പോ ഞാൻ ജസ്റ്റ് ഈ ടേബിൾ കുറച്ച് ക്ലോസ് ആക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനി മുതൽ നമ്മൾ എഴുതുന്നത് എവിടുന്നാണ്? ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ. ഇപ്പൊ നമ്മളിതാ ഇതിൽ കാണുന്നില്ല, എന്റെ സ്ക്രീനിൽ കാണുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തോട്ടാണ് നമ്മൾ എഴുതുന്നത്. സാധാരണ നമ്മൾ ഈ മാർജിന്റെ അവിടുന്ന് ലെഫ്റ്റിന്ന് റൈറ്റിലോട്ടാണ് എഴുതാറ് അല്ലെ ഇംഗ്ലീഷൊക്കെ. അപ്പൊ പക്ഷെ അറബി ഭാഷ നമ്മൾ എഴുതുമ്പോ എപ്പോഴും ഇപ്പൊ സ്ക്രീനിൽ കാണുന്നില്ലേ? അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് എഴുതുക. ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇതിന് ടീച്ചർ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കേൾക്കൂല കേട്ടോ. ഇപ്പൊ മൈക്ക് ഓഫ് ചെയ്ത് വെക്ക്. ഓക്കെ, അപ്പോ ഇമാദും ഐറിനും എവിടെ പോയി? അപ്പൊ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എഴുതുക കേട്ടോ. അത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വരയൊക്കെ വരച്ച് നോക്കാം അല്ലെ? ഓക്കെ, ഇപ്പൊ അറബി ഭാഷ എഴുതുന്നത് എവിടുന്നാണ്? റൈറ്റ് ലെഫ്റ്റ് റൈറ്റിംഗ്. റൈറ്റിന്ന് ലെഫ്റ്റിലോട്ടാണ് അറബി ഭാഷ എഴുതല്ലേ? അപ്പൊ നമുക്ക് അറബി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് എഴുതി ശീലിക്കണ്ട. അതിനുവേണ്ടി നമുക്ക് വെറുതെ ഒരു അവിടെ സംസാരിച്ചാൽ എങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കാൻ മൈക്ക് ഓഫ് ചെയ്യും. എന്നിട്ട് ഇതിൽ ശ്രദ്ധിക്കട്ടാ, സംസാരിക്കല്ലേ. ഐറിൻ നല്ല കുട്ടിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ, ഒരു ബേബി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഈ നമ്മുടെ ഈ വർക്ക് ബുക്കില്ലേ, ഇതില് നമ്മുടെ ലൈൻ ഏതാന്നറിയോ? ഒന്നാമത്തെ ലൈന് കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3-ാമത്തെ ലൈനല്ലേ ഇത്തിരി ബ്ലാക്ക് ആയിട്ട്? ആ ലൈനിലാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അവിടെയാണ് നമ്മൾ എഴുതി പഠിക്കുക. അത് കഴിഞ്ഞ് ഒരു ലൈൻ കഴിഞ്ഞ് പിന്നെ 2 ലൈൻ കഴിഞ്ഞ് 3-ാമത്തെ ലൈനില്ലേ? ഓക്കെ, സൗണ്ട് ഉണ്ടല്ലോ. മൈക്ക് ഓഫ് ചെയ്താ മതി. അറിയത്തില്ല. അപ്പൊ ആരെ കൂടെ എല്ലാരും തേർഡ് ലൈനിന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ തേർഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് വെറുതെ ആദ്യം ഒരു വര വരച്ച് നോക്കാം. വെറുതെ നമുക്കൊന്ന് വരച്ച് നോക്കല്ലേ? ചോപ്പനായിക്കോട്ടെ അല്ലെ? അല്ലെങ്കിൽ സെക്കൻഡ് ലൈനിന്ന് സ്റ്റാർട്ട് ചെയ്യാ. സെക്കൻഡ് പറ്റില്ല, തേർഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടോ. നമുക്ക് വെറുതെ ഇങ്ങനെ വരച്ച് നോക്കേ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്, മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കട്ടോ.
ഓക്കെ ശ്രദ്ധിക്കുക ജസ്റ്റ് ഇപ്പൊ റൈറ്റ് ലെഫ്റ്റ് റൈറ്റിങ്ങിനും പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ വെറുതെ ഒരു വര വരച്ചു നോക്കാം. നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത് നിന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് വെറുതെ ഇങ്ങനെ വര വരച്ചു നോക്കാം കേട്ടോ. ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഈ മൂന്നാമത്തെ ലൈനിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു നോക്കാം. ആദ്യം കുറച്ചിങ്ങനെ വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് എഴുതി പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ ഇങ്ങനെ ഓരോ ഷേപ്പ് ഒക്കെ എഴുതി പഠിക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് വലത് ഭാഗത്തുനിന്ന് ഇങ്ങനെ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മള് പ്രിപ്പറേഷൻ എന്താണ്? റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റ് നമ്മൾ ഇങ്ങനെ എഴുതി നോക്കുക കേട്ടോ. അങ്ങനെ ഈ മൂന്നാമത്തെ ലൈനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ മാം പക്ഷെ എന്റെ ബുക്ക് 2 ലൈനാണ്. ബുക്കില് 7ാമത്തെ പേജിൽ ഇതേപോലെ ഒന്ന് വരച്ചു നോക്കി. ലൈന് മുഴുവനായിട്ടും ഒക്കെ വര വരക്കാൻ കഴിയുന്നുണ്ടോ നോക്കി. അപ്പൊ നമ്മുടെ കൈ നമ്മൾ പറയുന്ന കേൾക്കുക. ഇനി ഒന്ന് എടുത്ത് വരച്ചു നോക്കിയേ. വെറും ലൈന് വരച്ചാൽ മതി കേട്ടോ. മാം സ്ക്രീന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കേൾക്കുന്നില്ലേ? കണക്ഷൻ പോയാ? ആ സ്റ്റക്ക് ആവണുണ്ട് മാമിന്റെ സ്ക്രീന്. മാമിന്റെ സ്ക്രീനിന് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒന്നിപ്പോ എന്ത് പറ്റി? അത് ജസ്റ്റ് ഇതൊന്ന് ഐപാഡ് ആയിക്കൊണ്ടായിരിക്കും. അങ്ങനെ വരക്കാൻ കഴിയുന്നില്ല ഈ ഭാഗത്തുനിന്ന്. ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് ആ കൈ ഒന്ന് ഇതാവാൻ വേണ്ടിട്ട് ഒരു വര വരക്കാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. കഴിയുന്നില്ലേ വരക്കാൻ? ഇങ്ങനെ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ വരക്കാൻ കഴിയുന്നില്ലേ? പെൻസിൽ കൊണ്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ലൈന് ബേസ് ലൈന് ഏതാണ്? ഈ ബ്ലാക്ക് കളറിൽ ബേസ് ലൈന് ബ്ലാക്ക് ആണ് കേട്ടോ. ഈ മൂന്നാമത്തെ ലൈനാണ്. ഇങ്ങനെ വരച്ച് നോക്കുന്നുണ്ടോ? കഴിയുന്നുണ്ടോ? വരച്ചോ? മാഷാല്ലാ മാഷാല്ലാ, മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. വെറുതെ ഒന്ന് ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് ചെറിയ തോണി വരച്ച് നോക്കാം. ഇനി ഇതിലോട്ട് നോക്കട്ടോ. നമുക്ക് ചെറിയ തോണി വരച്ച് നോക്കാം. അതേപോലെ 2 ലൈന് വിട്ടിട്ട് നമ്മൾ ബേസ് ലൈന് ഇവിടെയാണ് നമ്മൾ അറബി അക്ഷരങ്ങൾ എഴുതാട്ടോ. അപ്പൊ നമ്മൾ അറബി അക്ഷരങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു തോണി വരച്ച് പഠിക്കാം. തോണി കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു തോണി വരച്ച് നോക്കാം. ആ ഞാൻ തോണി കണ്ടിട്ടുണ്ടല്ലോ. എന്നാ അതുപോലെ തോണി ഒന്ന് വരച്ചു നോക്കേ. എവിടെ വരക്കണ്ടേ? റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്, റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട്. ഒരുപാട് ഇങ്ങനെ മേലേക്ക് പോകണ്ട കേട്ടോ. ഇങ്ങനെ ഇത്തിരി ഇതുപോലെ ഇങ്ങനെ വേണ്ട. കുറച്ച് ലൈനിന്ന് ഇത്തിരി പൊന്തിച്ചിട്ട് ഇങ്ങനെ ഇത്തിരി വളച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. അത് ഏത് ലൈനിലാണ് വരക്കേണ്ടത് കുട്ടികള്? 1 1 2 കഴിഞ്ഞ് 3ാമത്തെ ലൈനാണ് ബേസ് ലൈൻ. അല്ല കുട്ടികള് ലൈന് വരച്ചില്ലേ? അപ്പൊ ഇത് ഇപ്പം തോണി വരക്കാം, ബോട്ട് വരക്കാൻ പറഞ്ഞത് ഏത് ലൈനില? അല്ല ആ ലൈന് വരച്ചത് മായ്ക്കാം. ഞാൻ വെറുതെ ഒരു ആ ലൈന് വരച്ചത് മായ്ച്ചോളൂ. 3ാമത്തെ ലൈനിലല്ലേ? ഓക്കെ. ആ ലൈന് വരച്ചത് മായ്ക്കാം. അല്ലെങ്കിൽ അതിന്റെ അടിയിലൊക്കെ. ഇപ്പൊ തൽക്കാലം നമ്മൾ പഠിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഹസനാണോ പിന്നെ ആ നമ്പർ കാണിക്കുന്ന? എഴുതി കഴിഞ്ഞതാരാ?
ഹസന കഴിഞ്ഞ് മാം ഹസൻ ഞാനത് ഇതാണ് അല്ലേ? കഴിഞ്ഞ് ഹസൻ അതാണ്. അപ്പൊ മറ്റാൾ ആരാ? മുഹമ്മദ് സൈൻ. സൈൻ ആണോ അദ്നാനാണോ അത്? മൈക്ക് ഓഫ് ആയാ? ഞാനാണ് ഇത് കഴിഞ്ഞത്. കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ടില്ല. ഞാൻ ടീച്ചർ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ട് കുറച്ചൊക്കെ ആ ലൈന് മുഴുവനായിട്ട് എഴുതി നോക്കുക. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യല്ലേ. ഹസൻ കുറച്ച് പഠിച്ചതുകൊണ്ടാണ്. തീരെ പഠിക്കാത്ത അവരൊക്കെ നമ്മുടെ കൂടെ എത്തണ്ടേ. ഇവിടെയാ എന്നിട്ട് പിന്നെ അടുത്ത ലൈൻ ഹസൻ ആണ് അത്. പക്ഷെ ഇതിന് മറ്റാളുടെ പേരെന്താ? മുഹമ്മദ് സൈൻ ഉണ്ടാവും. അതോ മുഹമ്മദ് അദ്നാൻ? അദ്നാനാണ് റിയൽമി RM. അദ്നാന്റെ ഫേസ് കാണുന്നില്ലല്ലോ. അതേപോലെ മിസ്ബാഹ് കേറിയിട്ടുണ്ടോ? മിസ്ബാഹ് അത് കുറച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എഴുതിക്കോളി കേട്ടോ. കുഞ്ഞു കുഞ്ഞ തോണികള് ഈ മൂന്നാമത്തെ ലൈനിൽ ഇങ്ങനെ എഴുതി വെച്ചോളൂ. എഴുതുമ്പോ ശ്രദ്ധിക്കുക, ഇങ്ങനെ അടിയിലോട്ടും പോവണ്ട, ഇങ്ങനെ മേലോട്ടും പോവണ്ട. ലൈനിന്റെ ഇത്തിരി കാൽ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. ഇനി ആദ്യമായിട്ട് എഴുതുന്നവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും സാരമില്ല, നമുക്കത് മായ്ച്ചിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ബേസ് ലൈൻ അല്ലേ, അത് 9 ലൈൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ഹോംവർക്ക് അയക്കുമ്പോ എപ്പോഴും ആ 9 ലൈനിലും വേണം. 9 ലൈനാണ് ഉണ്ടാവുക. അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നമ്മൾ എഴുതി പഠിക്കല്ലേ. അപ്പൊ നമ്മള് പെൻസിൽ കൊണ്ട് എഴുതാം, വായിക്കുക, പിന്നെ എഴുതാം, അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. ഇങ്ങനെ എഴുതരുത്, അതേപോലെ ഇങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതരുത്. എഴുതി കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞോ? എനിക്കത് കാണണമെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിലോട്ട് വരണം. ഞാനിപ്പോ ഈ സ്ക്രീനിൽ നിന്ന് മാറി അങ്ങോട്ട് വരണം. നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി കാണിച്ചെന്നേ. ഓക്കെ. മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ, മബ്രൂക്ക്. നന്നായി എഴുതിയിട്ടുണ്ട്. ഇനി ആരാ കാണിച്ചു തരണേ? ഇമാദും അമീറും കാണിച്ചു തന്നു. രണ്ടാളതും ഉണ്ടല്ലോ അല്ലേ. ഇമാദിന്റെ നോക്കട്ടെ. ഇമാദ് മാഷാല്ലാ മാഷാല്ലാ, മബ്രൂക്ക്. ഇയാളുടെ പേരെന്താ? സൈന? സൈൻ അല്ല, മുഹമ്മദ് സൈൻ. ഓക്കെ ഓക്കെ. എന്റെ ഇതിമ്മ പേരില്ലേ, മുഹമ്മദ് സൈൻ. മുഹമ്മദ് സൈൻ കുഞ്ഞുമാവുള്ളത് അല്ലേ? കണ്ടില്ല കണ്ടില്ല. ഇപ്പൊ കാണിച്ചതാരാ? ഓക്കെ. ഇപ്പൊ എല്ലാരും ഉണ്ട്. മുഹമ്മദ് മിസ്ബാഹ് കയറിയിട്ടുണ്ടോ? ഐറിന്റെ എവിടെയാ? അടുത്ത് കാണിച്ചിട്ടുണ്ട്. കാണുന്നില്ല മോളൂ. 1 2 3 ലൈൻസ് വിട്ടിട്ട് 1 2 3 ലൈൻസ് കാണുന്നില്ല കാണുന്നില്ല. ഓക്കെ, അത് കാണൂല. അത്രയും ചെറിയ സ്ക്രീൻ ആയതുകൊണ്ടേ കാണൂല. ഓക്കെ ഓക്കെ, ഞാൻ ഒന്നും കൂടി ഇതാക്കി തരാം, അത് ക്ലിയർ ആക്കി തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇതൊന്നും നോക്കിയേ. ഇതില് ഏതാണ്, ഇതിലേതൊക്കെയാണ് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ആണ്. ഇതൊക്കെ ക്ലിയർ ആണ് കേട്ടോ. ഇത് തെറ്റായ ഇതെന്താണ്? ഇത് ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്. കണ്ടോ? നമ്മൾ എഴുതുമ്പോ
ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആണ് കേട്ടോ, ഇതൊക്കെ ക്ലിയർ ആണ്. അതുപോലെ ഈ ഭാഗത്തുള്ളതൊക്കെ ക്ലിയർ ആണ്. ഇവിടെ ഇങ്ങനെ എഴുതുമ്പോ അത് തെറ്റാണ്, ഇങ്ങനെ എഴുതരുത് കേട്ടോ. കണ്ടോ? ഓക്കെ, അതേപോലെ ഇങ്ങനെ എഴുതരുത്. ഇതൊക്കെ ക്ലിയർ ആണ് കേട്ടോ. കണ്ടോ? ഓക്കെ ഓക്കെ, ആ മാഷാല്ലാ മാഷാല്ലാ, ഉഷാറായിട്ടുണ്ട്, ഉഷാറായിട്ട്. ഞാൻ 2 സ്ക്രീനിലല്ലേ, അപ്പൊ നിങ്ങളുടെ സ്ക്രീനിലോട്ട് വന്നാലുള്ളൂ അത് ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പൊ ഞാൻ എഴുതുന്ന സ്ക്രീനിലെല്ലാം ആയതുകൊണ്ട് നിങ്ങളെ ചെറുതായിട്ട് കാണുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ക്ലിയർ ആയോ? ഞാൻ ഒന്നും കൂടി എഴുതിത്തരാം. അപ്പൊ നമ്മളിങ്ങനെ തോണി വരച്ച് പഠിക്കുന്നത് എന്താണെന്നറിയോ? ഈ തോണി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് അറബി അക്ഷരങ്ങൾ ഇനി പിന്നീട് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നും കൂടി എഴുതി തരാം. ഓക്കെ മാം. മൂന്നാമത്തെ ലൈന് പഠിഞ്ഞില്ലേ? 2 കഴിഞ്ഞ് 3-ാമത്തെ ലൈനാണ് നമ്മുടെ ബേസിൽ. അതിലാണ് നമ്മൾ എഴുതേണ്ടത്. അത് കഴിഞ്ഞ് ഒരു വരി കഴിഞ്ഞ് വീണ്ടും 2 വരി കഴിഞ്ഞിട്ടാണ് 3-ാമത്തെ ലൈന് വരിക. അങ്ങനെ നമുക്ക് ഒരു 9 ലൈന് വരും കേട്ടോ. നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആ 3-ാമത്തെ ലൈനിൽ ഈ തലവരെ എഴുതണം കേട്ടോ. ആദ്യം ഒക്കെ കുറച്ച് എഴുതി പഠിക്കുക, പിന്നീട് അത് ഫുള്ളായിട്ട് എഴുതാം കേട്ടോ. അപ്പൊ ഞാൻ ഒന്നും കൂടി എഴുതി തരാം. ഓയ് ബുദ്ധിമുട്ടില്ലല്ലോ എഴുതാന്? അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്നില്ലേ? എഴുതാൻ പറ്റുന്നുണ്ട്. ഞാൻ തേർഡ് റോ എഴുതട്ടെ? ബറക്കല്ലാഹു ഫീക്കും. ഒരുപാട് ലൈൻ എഴുതാം. ഇനി കുറച്ച് ലൈൻ എഴുതിയിട്ട് നമുക്ക് അടുത്ത പേജ് പഠിക്കാം കേട്ടോ. കാരണം വെറുതെ സമയങ്ങളുണ്ട്. എന്നിട്ട് നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മേലെ ലൈനിൽ എഴുതിയതൊക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതുമ്പോ കുറെ ലൈനിന്റെ ഇങ്ങനെ എഴുതൂല കേട്ടോ. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മായ്ക്കണം. ഓക്കെ, അതേപോലെ ഇതിന്റെ അടിഭാഗത്തേക്കായിട്ട് ഇങ്ങനെ എഴുതണ്ട, അതും ശ്രദ്ധിക്കട്ടോ. ഇതൊക്കെ തെറ്റാണ്. എഴുതേണ്ടത് എങ്ങനെയാണ്? ഒരു 1/4 ഭാഗം, ലൈനിന്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഇത്തിരി വളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ തോണികള് ഈ പേജ് മുഴുവനായിട്ട് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരാം കേട്ടോ. ഇനി പകുതി എഴുതിയിട്ട് ശരിയാണോ നോക്കാൻ വേണ്ടി അയച്ചു തന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ബാക്കി എഴുതാൻ മതി കേട്ടോ. അത് ഏകദേശം ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. അടുത്ത പേജിലോട്ട് പോവാം. എന്താ അറിയോ, നമ്മൾ വെറുതെ സമയം കളയണ്ടല്ലോ. ഓക്കെ, അടുത്ത പേജ് എവിടെ? ഓക്കെ, ഏതാണ് ഞാൻ ചൂസ് ചെയ്യാൻ ആവശ്യമുള്ളത്? ഈ പെൻസിലാണ് മാം. ഓയ്, ഏതാ പെൻസില് ഞാൻ ചൂസ് ചെയ്യാ? മോൻക്ക് ഇഷ്ടപ്പെട്ട പെൻസിൽ ചൂസ് ചെയ്തു. ഈ പെൻസില് അല്ലെങ്കിൽ കബോർഡിൽ എനിക്ക് 4 പെൻസിലും 4 റബ്ബറും ഉണ്ട് അവിടെ. ഒന്ന് മതി, ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. കുറെ പഠിക്കുമ്പോഴേ കുറെ പെൻസിൽ വേണ്ടി വരും എഴുതാൻ കേട്ടോ. ഇൻഷാല്ലാ. ഇനി അടുത്ത പേജിൽ എന്താണ്? റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്. നമ്മളിപ്പോ ഓരോ തോണിയല്ലേ വരച്ച് പഠിച്ചത്. നമുക്ക് ഇനി ഒരുപാട് തോണി ഒരുമിച്ചൊന്ന് വരച്ചു നോക്കിയാലോ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 8-ാമത്തെ പേജ് ആയിരിക്കും അത്, അല്ലെ? ഇപ്പൊ 7-ാമത്തെ പേജിൽ നമ്മള് 8-ാമത്തെ പേജല്ലേ ഞാൻ എഴുതണേ? ഓക്കെ, അപ്പൊ നമ്മൾ 8-ാമത്തെ പേജില് ഈ പറഞ്ഞ പോലെ ബേസ് ലൈനില് നമ്മള്
ആ തോണികൾ, കുറേ തോണികൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് റൈറ്റിംഗ്, കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്, റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്. അതെങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കാം. ഇതുപോലെ സ്ക്രീനിലോട്ട് നോക്ക്. എന്താണ് അവന്റെ പേര്, ഐസീൻ. ഒരിടത്ത് ഇരുന്നിട്ട് ഇതിലോട്ട് നോക്കട്ടോ. നമുക്ക് കറങ്ങണ കസാല വേണ്ടിയിരുന്നില്ല. പെണ്ണെടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് എഴുതി നോക്കാം. ഒരു തോണി വരച്ചിട്ട് അതോടുകൂടി ഒരു തോണിയും കൂടി വരക്കുക. എന്നിട്ട് ഒന്നും കൂടി വരക്കുക. അങ്ങനെ ഒന്ന് വരച്ചു നോക്കാം നമുക്ക്. റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റ്. ഏകദേശം ഒരേ വലുപ്പത്തിൽ വരക്കാം കേട്ടോ. ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും കഴിയണതും ഒന്നിങ്ങനെ വരച്ചു നോക്കി. ഇനി മുഴുവൻ കഴിഞ്ഞ് കുറച്ച് വരച്ചിട്ട് അടുത്ത പേജിൽ കുറച്ച് കൂടുതൽ, അങ്ങനെ എങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി. ആദ്യം സ്ക്രീനിൽ നോക്കുക, ടീച്ചർ എങ്ങനെ എഴുതണേ നോക്കുക കേട്ടോ. എന്നിട്ട് വരച്ചാ മതി. ഓയ്, ഇവിടെ 2 പിള്ളേരും കൂടി ഉണ്ട്. ഐസിൻ ഇപ്പൊ ക്ലാസ്സിലല്ലേ ഇരിക്കുന്നത്, ഇതിൽ ശ്രദ്ധിക്ക്, പഠിക്കണ്ടേ നമുക്ക്. ഓക്കേ, എന്നാ വേഗം നോക്ക്. ഇതിൽ നോക്ക്, ഇങ്ങനെ എഴുതാനാണ് നമ്മള് ഹോംവർക്ക് തരിക കേട്ടോ. അപ്പൊ ഇതേപോലെ എഴുതണം നോക്കണം കേട്ടോ. നോക്കും. ഓക്കെ, ഇതിൽ വരാവുന്ന തെറ്റുകൾ എന്താണെന്നറിയോ? സ്ക്രീനിൽ നോക്കി, ഇപ്പൊ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഹസൻ, എന്നിട്ട് നോക്കിയേ, ഇങ്ങനെ എഴുതരുത് കേട്ടാ. ഓക്കെ, ഇങ്ങനെ കുറച്ച് മതി, അങ്ങനെയാണ് എഴുതണ്ടേ, ഇങ്ങനെ. അതേപോലെ ഇങ്ങനെ താഴോട്ടും എഴുതരുത്, ലൈനിന്റെ താഴോട്ടും എഴുതരുത് കേട്ടോ. ഇങ്ങനെ അല്ല, അതേപോലെ ഇങ്ങനെ അല്ല. എങ്ങനെയാണ്? ഇങ്ങനെ കുഞ്ഞിത്തോണികൾ ഒരുമിച്ച് ഇങ്ങനെ. ഇൻഷാല്ലാ ഇത് വെച്ചിട്ട് നമ്മൾ അക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങൾ ഒരുപാട് പഠിക്കും കേട്ടോ. അത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എഴുതി നോക്കി. സമയം കിട്ടിയില്ലെങ്കിൽ ബാക്കി പിന്നില്ല. പഠിക്കാനുണ്ട്. 8ാമത്തെ പേജിലാണ് കേട്ടോ. മിസ്ബാഹ് ഇല്ലേ? എഴുതി കഴിഞ്ഞോ ഐസീൻ? പുതുതായി വന്നവരെ ഒന്നും ഞാൻ നേരിട്ട് വിളിച്ചിട്ടില്ല, അതാണ് എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നത്. ഹസൻ എഴുതി കഴിഞ്ഞ? കാണിച്ചു തരോ? കാണിച്ചു തരോ? എഴുതിയത് കാണിച്ചു തരോ? കുറച്ച് അടുത്ത് പിടിക്കും, കാണൂല. ഓ, ഇപ്പൊ കാണുന്നത്. മാഷാല്ലാ ബറക്കല്ലാ, ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹസന്റെ കൂടെ ആരും ഇല്ലേ? ഹസന്റെ കൂടെ പാരന്റ്സ് ഇല്ല? ആരെങ്കിലും ഉണ്ടാ? ഓക്കെ, ഇത് പാരാ? ഓക്കെ,
ഐറിൻ കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. ആ മുഹമ്മദ് സൈൻ, മാഷാ അല്ലാ മബ്രൂക്ക്. ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്, ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്, മാഷാ അല്ലാ. മാം ഞാൻ ഓ. എഴുതിയിന്. എഴുതിയത് നോക്കട്ടെ. കുറച്ച് താഴ്ത്തിടാ, കാണുന്നില്ല. ഈ സൈഡ്, ഈ ഭാഗത്ത്. ഒന്നും കൂടി ഉയർത്ത്, ഒന്നും കൂടി. ഒന്നും കൂടിയോ? കാണുന്നില്ല എനിക്ക്. കാണാൻ പറ്റില്ല. കാണുന്നില്ല. ഇതാ ഓ ഇപ്പൊ കാണുന്നുണ്ട് മാഷാ അല്ലാ. കുറച്ചും കൂടി പൊന്തിക്ക്. കുറച്ചുകൂടി. ഓക്കെ ഇപ്പൊ കണ്ടു മാഷാ അല്ലാ മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. ഇമാദും അമീറും എഴുതിയ അവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, നമുക്ക് അങ്ങനെ വരച്ച് പഠിക്കാം. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 വരി എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാഷാ അല്ലാ മബ്രൂക്ക്. കുറച്ചും കൂടി ഇപ്പുറത്തേക്ക്, കുറച്ചും കൂടി ലെഫ്റ്റിലോട്ട്. അമീറക്ക് ചുമയുണ്ട് അല്ലേ? ഐറിൻ മാഷാ അല്ലാ മബ്രൂക്ക്. നന്നായി എഴുതിയിട്ടുണ്ട്. ഐറിൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അല്ലേ? മാഷാ അല്ലാ ബറക്കല്ലാഹ്. ഐറിന്റെ ഉമ്മമ്മയാ കൂടെയുള്ള? ഉമ്മച്ചിയാ? ഓക്കെ. ഇമ്മത് കഴിഞ്ഞ? ഒരു വരിയൊക്കെ എഴുതിയാൽ മതി കേട്ടാ. 1 വരി 2 വരിയൊക്കെ എഴുതിയാൽ മതി. പിന്നെ മതി, നമ്മൾ സമയം കളയണ്ട. പിന്നെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഓക്കെ മാഷാ അല്ലാ മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. നിങ്ങൾ 2 ലൈൻ ആണെങ്കിലും എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം. അപ്പൊ ഞാനത് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ നിങ്ങൾ ക്ലിയർ ആയതിനു ശേഷം ആ പേജിൽ ഫുള്ളായിട്ട് അടുത്ത വെനസ്ഡേ, അതിന് മുമ്പായിട്ട് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒക്കെ പോസ്റ്റ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫുൾ ഹോംവർക്ക് കഴിയുന്നത് വരെ ഒന്നും കാത്തു നിൽക്കണ്ട കേട്ടോ. വെള്ളം വേണമെങ്കിൽ കുടിച്ചോളിയും. കുറച്ച് നമുക്ക് ഒരു ഉഷാറുണ്ടായിക്കോളും. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഒന്ന് വെള്ളം കുടിച്ചോളിട്ടാ. 2 മിനിറ്റ് എണീറ്റിരുന്ന് വെള്ളം കുടിച്ചു. അല്ല, ഇരുന്ന് കുടിച്ചാൽ മതി. ഇവിടെ ബാങ്ക് കൊടുക്കണില്ല. ഇല്ലേ? വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാ പറയണം കേട്ടോ. ഇവിടെ 6 മണി ആവാറായി മാം. ഞാന് ദമാമിലല്ലേ, അപ്പൊ ടൈം കുറച്ച് ലോവറാണ്. ഓക്കെ. അപ്പൊ എനിക്ക് ബാങ്ക് തുടങ്ങണില്ല. നമ്മള് കൊറിയ ഭയങ്കര ഈസി ആയിട്ട് കേക്കും. എന്തറിയാവോ, നമ്മളെ വീടിന്റെ തൊട്ടടുത്തുന്ന ബാങ്ക് ഉണ്ട്. നമ്മള് ഫ്രൈഡേ അവിടെ റെഡി ആയിട്ട് അവിടെ ജസ്റ്റ് നടന്നു പോകും. നമ്മള് വരുമ്പേക്ക് മൊത്തം വണ്ടി ഒന്ന് മേസിന്റെ ഷേപ്പായി നിൽക്കും. മാഷാഅല്ലാ, ഇതിന് നന്നായി സംസാരിക്കും. പക്ഷെ ഇതിന് ഞാൻ വിളിച്ചിട്ടില്ല. ലാസ്റ്റ് ജോയിൻ ചെയ്തതാ തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? ആദ്യം നമ്മള് ചെറിയ തോണി വരക്കാം. അത് നമ്മളിങ്ങനെ വരച്ച് പഠിച്ചത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതാട്ടോ. അത് നിങ്ങള് വർക്കായിട്ട് ചെയ്യണ്ട. നമുക്ക് തീരെ കഴിയുന്നില്ലെങ്കിൽ വെറുതെ വരച്ച് പഠിക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ 7ാമത്തെ പേജിൽ ഇങ്ങനെ കുഞ്ഞു തോണികൾ, അത് ഈ ലൈനും മുഴുവനായിട്ട് വേണം കേട്ടോ. ഈ ലൈനിൽ ഇങ്ങനെ അടുത്തടുത്ത് ഇതേപോലെ എഴുതണം. എന്നിട്ട് ഇങ്ങനെ ഇവിടം വരെ എഴുതണം കേട്ടോ.
അങ്ങനെ 9 ലൈൻ ഉണ്ടാവും. ഈ ലൈന് ഒന്ന് ഈ ലൈനാണ്, ഒന്ന് ഈ ലൈനാണ്, ഈ ലൈനിലാണ്. മാം ഓയ് മാം എനിക്കൊന്ന് ഇതുപോലൊന്ന് മദേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോണിന്റെ കത്തും കുറി എഴുതാൻ പറ്റി അതും കൊണ്ട്. പക്ഷെ ഇതില്ലാത്ത ഐസിൻ, ഇത് ആദ്യമായിട്ട് പഠിക്കുന്നത് വരെ ഐസിൻ ഇത് ശ്രദ്ധിക്കാട്ടോ. അപ്പൊ ഇത് പറഞ്ഞ മനസ്സിലല്ലോ. ഇതാണ് 7ാമത്തെ പേജിലെ ഹോംവർക്ക്. 8ാമത്തെ പേജില് ഇതുപോലെ റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്, ഇതുപോലെ ഇങ്ങനെ കുറേ തോണികൾ വരക്കുക. അതും ഇതേപോലെ ലൈന് ഫുള്ളായിട്ട് വരക്കണം കേട്ടോ. അതാണ് അടുത്ത പേജിലുള്ള ഹോംവർക്ക്. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്താൽ മതി കേട്ടോ. കുറേ ദിവസം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. എല്ലാവരും അടുത്ത വെനസ്ഡേക്ക് മുമ്പായിട്ട് ഇൻഷാ അല്ലാ അയച്ചു തരാം. അപ്പൊ അതുപോലെ ഈ ലൈന് മൊത്തമായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പേജിലോട്ട് പോവാം. ഓക്കെ, എട്ടല്ലല്ലോ, 9ാമത്തെ പേജല്ലേ? 8ാമത്തെ പേജ് കഴിഞ്ഞു. ഓക്കെ, ഈ പേജ് എടുത്തൊക്കെ ക്ലോക്ക് വൈസ് കണ്ടിന്യൂസ് റൗണ്ട് റൈറ്റിംഗ്. ക്ലോക്കിലെ സൂചി കണ്ടിട്ടുണ്ടാന്ന് ശ്രദ്ധിച്ചു നോക്കിയോ? ക്ലോക്കിലെ സൂചി എങ്ങനെയാ കറങ്ങുന്നേ? ഐറിൻ, ക്ലോക്കിലോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലോക്കിലെ സൂചി എങ്ങനെയെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു 12 ഉണ്ടാവും. ഓക്കെ, ഇവിടെ 3 ഉണ്ടാവും, ഇവിടെ 6 ഉണ്ടാവും, ഇവിടെ 9 ഉണ്ടാവും. നമ്മളിപ്പോ പഠിക്കുന്ന എന്താണെന്നറിയോ? ഓരോ ഷേപ്പ് വരച്ച് പഠിക്കുക ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആ ഷേപ്പിലൂടെ നമ്മൾ അറബി അക്ഷരങ്ങളിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ഷേപ്പ് വരച്ച് പഠിക്കുന്നത് കേട്ടോ. ഐസിൻ, ഇതിൽ ശ്രദ്ധിക്ക്. കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ ക്ലോക്കിലെ സൂചി എങ്ങനെയാണ് കറങ്ങുന്നത്? 12ൽ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ 3ലോട്ട് വരും, 3ൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും, 6ലോട്ട് വരും, 6ൽ നിന്ന് ഇങ്ങനെ 9ലോട്ട് വരും, 9ൽ നിന്ന് ഇങ്ങനെ 12ലോട്ട് വരും. ഇങ്ങനെയല്ലേ ക്ലോക്കിൽ സൂചി കറങ്ങുക അല്ലേ? ഓക്കെ, അതേപോലെ അറബിയിൽ ചില അക്ഷരങ്ങളുണ്ട്. അതിലോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോക്ക് വൈസ് കണ്ടിന്യൂസ് റൗണ്ട് റൈറ്റിംഗ്, ക്ലോക്ക് ഇറങ്ങുന്ന പോലെ റൗണ്ടിൽ എഴുതി പഠിക്കണം നമുക്ക് കേട്ടോ. അതാണ് ഈ 9ാമത്തെ പേജിലുള്ള വർക്ക്. ഓ, ജസ്റ്റ് ആ മറ്റേ വലത് 12ഉം 3 പിന്നെ 6ഉം 9 ഇല്ലേ, അതിന്റെ അടയില് 10ഉം 11 അതൊക്കെ അവിടെ നിന്നോട്ടെ, നമുക്ക് എല്ലാം കൂടി വരക്കാൻ സമയമില്ല. അതാണ് കേട്ടോ. ഇപ്പൊ ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മുടെ ലൈന് എല്ലായിടത്തും 3ാമത്തെ ലൈനാണ്. പക്ഷെ ഈ ഷേപ്പ് വരക്കുമ്പോ നമ്മള് 2ാമത്തെ ലൈനിലൂടെ ഒന്ന് ടച്ച് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചു തുടങ്ങുമ്പോ റൗണ്ടില് കണ്ടിന്യൂസ് റൗണ്ട് റൈറ്റിംഗ് അല്ലേ? അപ്പൊ നമ്മൾ റൗണ്ടിൽ വരച്ചു തുടങ്ങാം കേട്ടോ. ആദ്യം 12ൽ നിന്ന് ഇങ്ങനെ ഐസിൻ മൈക്ക് ഓഫ് ചെയ്യും. എന്നിട്ട് ശ്രദ്ധിക്ക്. ഓക്കെ, നല്ല കുട്ടിയാണ് ഐസിൻ. എന്നിട്ട് റൗണ്ടിൽ 3ലൂടെ അങ്ങനെ 6ലോട്ട് വന്നു, എന്നിട്ട് വീണ്ടും 9ലോട്ട് വന്നു, അങ്ങനെ വീണ്ടും 12ലോട്ട് വന്നു. ഇങ്ങനെയാണ് ആദ്യം വരക്കുക. എന്നിട്ട് 12ൽ നിന്ന് നടുവിലൂടെ ഉള്ളിലോട്ട് കയറി ഇങ്ങനെ പുറത്തോട്ട് വന്നു. ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മൾ 12ൽ നിന്ന് 3ലോട്ട് വരുന്ന ഷേപ്പിൽ ഇങ്ങനെ വന്നു. എന്നിട്ട് വീണ്ടും 6ലോട്ട് വന്ന്, 9ലോട്ട് വന്ന്, 12ലോട്ട് വന്ന്. ഇനി ഉള്ളിലേക്ക് വേണ്ട, ഇങ്ങനെ പുറത്ത് കൂടി റൗണ്ട് വരച്ച് പോരാ. വീണ്ടും 3ൽ നിന്ന് 6ലോട്ട്, 6ൽ നിന്ന് 9ലോട്ട്, അങ്ങനെ 12ലോട്ട് വന്ന് റൗണ്ടായിട്ട് വീണ്ടും വരച്ച് വരാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം, പിന്നെ അങ്ങനെ ശരിയായിക്കോളും. നിങ്ങളെപ്പോഴും ക്ലോക്ക് കറങ്ങുന്ന പോലെ ഇങ്ങനെ നമ്മളെ പെൻസിൽ വെച്ച് ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവന്നു. ആദ്യത്തെ പ്രാവശ്യം മാത്രമേ നമ്മൾ റൗണ്ടിലൂടെ എടുക്കുന്നു, ഉള്ളിലൂടെ എടുക്കുന്നു കേട്ടോ. മലയാളത്തിൽ ആദ്യം ഇത് ഞാൻ എഴുതുന്ന ശ്രദ്ധിച്ച് ഇങ്ങോട്ട് എഴുതിയാൽ മതി.
അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഹസൻ, ഐരീൻ, ഇമാദ് പോയാ? ഇമാദും അമീറയും ഇത് ശ്രദ്ധിച്ചിട്ട് പിന്നെ ഞാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലല്ലോ എങ്ങനെ ഞാൻ എഴുതുന്നേന്ന്. അത് എഴുതാൻ സമയം തരാം കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോ. ഇതിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് ഇതുപോലെ എഴുതുന്ന അറബി അക്ഷരങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റൗണ്ടിലാണ് വരേണ്ടത് കേട്ടോ. ഞാൻ ഈ പെന്നുകൊണ്ട് എഴുതുന്നോണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. ഇതിന് പുറത്തോട്ട് വന്ന് വീണ്ടും ഉള്ളിലോട്ട്, വീണ്ടും 12 വന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പുറത്തോട്ട് വന്ന് ഇപ്പോ 6 ഇങ്ങനെ 9 വന്നു, വീണ്ടും 12 പോന്നു, പിന്നെ 3 ഇങ്ങനെ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ പറഞ്ഞ് എഴുതി നോക്കിയാൽ മതി കേട്ടോ. തെറ്റിയ വീണ്ടും വീണ്ടും ഒന്നും കൂടി എഴുതി നോക്കുക. അങ്ങനെ ശരിയാവും. ഇതെന്താ ഇപ്പൊ നമ്മൾ എഴുതണേ? ക്ലോക്ക് വൈസ്, കണ്ടിന്യൂസ്, റൗണ്ട്, റൈറ്റ്. ക്ലോക്ക് കറങ്ങുന്ന പോലെ തുടർച്ചയായിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ച് പഠിക്കുകയാണ്. ഇങ്ങനെ 4 ഷേപ്പുകളൊക്കെ വരച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുവിധ അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ എഴുതുന്നത് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. റൗണ്ടൊക്കെ പോയോ? ഇങ്ങനെ വന്നിട്ട് റൗണ്ടിലൂടെ, അതായത് ഇപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ഇങ്ങനെ 12 വന്നു, 3 വന്നു, വീണ്ടും 6 വന്നു, 9 പോയി, 12 വന്നു, അങ്ങനെ റൗണ്ടായിട്ട് ഓക്കെ. അടുത്ത ലൈൻ ഇതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ 12 3 വന്നു, 6 വന്നു, 9, 12, എന്നിട്ട് ഉള്ളിലൂടെ വീണ്ടും പുറത്തോട്ട് വന്നു, വീണ്ടും റൗണ്ട് ഷേപ്പിൽ. ഇനി നിങ്ങൾ എഴുതി തുടങ്ങിക്കോളെ. ആ കൂട്ടത്തിൽ ഇങ്ങനെ ഇടക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിലോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. കാണിച്ചു തരുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ കാണിച്ചു തന്ന കാണൂല. ഞാൻ സ്ക്രീനിലോട്ട് വരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചെറിയതായിട്ട് എനിക്ക് കാണുള്ളൂ. ഞാൻ വേറെ സ്ക്രീനിലല്ലേ. ഓക്കെ ഓക്കെ. ആ ഇനി കാണിച്ചു തരാം. റിയൽമി. ഓക്കെ. അവിടെ ആരാണ് ഇപ്പൊ കാണിച്ചത്? ക്ലിയർ ഇല്ല. ഓക്കെ. ഓക്കെ. മാഷാഅല്ലാ മബ്രൂക്ക്. ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോ ഇത് ആണ് ഇപ്പൊ കാണിച്ചു തന്നെ. ഇവിടെ വരെ വരാം. അൻ്റെത് നോക്ക, ഒന്ന് പൊന്തിച്ച് കാണിച്ചെന്നേ. അതിലില്ലടാ. ടീച്ചർ പഠിപ്പിക്കുമ്പോ നീ വേറെ ഇരുന്നല്ല. ടീച്ചർ എനിക്ക് പറയുന്നത് ഓക്കെ. പെൻസിലും കൂടി ആവുമ്പോഴേ അങ്ങനെ ക്ലിയർ ഇല്ല. ഓക്കെ. മാഷാഅല്ലാ മബ്രൂക്ക്. ബറക്കല്ലാഹു. മാഷാഅല്ലാ. ഓക്കെ. ക്ലിയർ ആയിട്ടുണ്ട്. മാഷാഅല്ലാ ബറക്കല്ലാഹു ഫീക്. ഇനി നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് എനിക്കൊന്ന് 2 പേജ് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ. കാരണം നിങ്ങൾ പെൻസിൽ കൊണ്ടും കൂടി അല്ലേ എഴുതുന്നേ. അപ്പൊ അത്രക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾ 2 പേജ് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. എന്നിട്ട് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ അതേപോലെ തുടർന്ന് എഴുതിയാൽ മതി. ഓക്കെ.
നിന്റെ പലതും നീ ഇവിടെ ഒന്നും മുട്ടിയിട്ടില്ല. ഹസൻ കുഴഞ്ഞോ, ക്ഷീണിച്ചോ? നീ എത്ര ഈ പലതും സമയം? ഇവിടെ മുട്ടിയിട്ടില്ല. 8:20 ആയിട്ടുള്ളൂല്ലോ. കുറച്ചേരം കൂടി കഴിഞ്ഞിട്ട് നിർത്താം. അല്ല, എന്താ മോനെ ഇങ്ങനെ? നമ്മൾ പഠിക്കാനായിരിക്കും സംശയങ്ങൾ ചെയ്യും. നല്ലത് ഇത് ഹസൻ, ഫൈസിൻ, റെയിൻ. ഓക്കെ. വളരെ പാടായത് കാണും. നീ ചെയ്യുന്ന വർക്കിനോട് നിനക്ക് ആത്മാർത്ഥത തോന്നും. എഴുതി കഴിഞ്ഞു. കാണുന്നില്ലടാ. ഒന്നും കൂടി. മാഷാഅല്ലാ മാഷാഅല്ലാ മാഷാഅല്ലാ, മബ്രൂക്ക്, ബറക്കല്ലാ. മാഷാഅല്ലാ, അടിപൊളിയായിട്ട് എഴുതിക്കണല്ലോ. ടീച്ചർ എഴുതിയതിനേക്കാളും അടിപൊളിയായിട്ട് എഴുതിക്കണം. മുഹമ്മദ് അദ്നാൻ. ഓക്കെ, മുഹമ്മദ് അദ്നാൻ. സെയിൻ എവിടെ? സെയിന്റെ കാണിച്ചെന്നാ? ഓക്കെ, നോക്കട്ടെ. ഓക്കെ ഓക്കെ, മാഷാഅല്ലാ മാഷാഅല്ലാ, മബ്രൂക്ക്. ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പഠിഞ്ഞു. ഹസൻ അങ്ങനെ ആരാണ്? ഹസൻ അങ്ങനെ പറയണ്ട, അവൻ എഴുതിക്കോളും. ഓക്കെ, മാഷാഅല്ലാ മാഷാഅല്ലാ, മബ്രൂക്ക്. ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങക്ക് ഏകദേശം ക്ലിയർ ആയില്ലേ? ഹസൻ, അത്ര മതി മോനെ. എഴുതിയത് നോക്കട്ടെ. അവനെ ഫോഴ്സ് ചെയ്യണ്ട, അവന് എഴുതിക്കോളും. അവന് പറ്റുന്നത് എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നാ മതി കേട്ടോ മോനോ. കുഴപ്പമില്ല. മാഷാഅല്ലാ മാഷാഅല്ലാ, മബ്രൂക്ക്. എഴുതിയത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ 2 വരി എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇനി ഫ്രീ ആവുന്ന ടൈമില്, നല്ല ഉഷാറിലിരിക്കുന്ന ടൈമില് ബാക്കി എഴുതിയാൽ മതി കേട്ടോ. ഒറ്റയടിക്ക് ഫുള്ളും കൂടെ എഴുതണ്ട കേട്ടോ. ഹസൻ, ആരാണ് അവിടെ വേറെ സംസാരിക്കുന്നത്? ഇങ്ങനെ ഇതിന്റെ ഇടയിൽ വേറെ സംസാരിക്കല്ലേ? മോമിനോട് കൂടുതൽ അങ്ങനെ സംസാരിക്കലേ പറയേ. അപ്പൊ ഒരുപാട് സൗണ്ട് വരില്ലേ. ഓക്കെ, അവരെഴുതിക്കോളും. ഓക്കെ, ഞാൻ ഒന്നും കൂടി എഴുതി തരാം കേട്ടോ. ഓക്കെ, ഇത് ഇത്തിരി നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നും കൂടി എഴുതി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇന്ന് ഷേപ്പൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് അക്ഷരം പഠിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ റൗണ്ടിൽ എഴുതിയിട്ട് വീണ്ടും റൗണ്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ക്ലോക്കിന്റെ സൂചി കറങ്ങുന്ന ഒരു ഷേപ്പ് ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ എഴുതണം. അങ്ങനെ നോക്കിക്കോ. ഇങ്ങനെ 12-ന്ന് 3-ലോട്ട് വന്നു, 6-ലോട്ട് വന്നു, അങ്ങനെ 9-ലോട്ട് വന്നു, വീണ്ടും 12-ലോട്ട് വന്നു. എന്നിട്ട് ഉള്ളിലൂടെ ഇങ്ങനെ പുറത്തോട്ട് വന്നു, വീണ്ടും 9-ലൂടെ, 12-ലൂടെ, 3-ലൂടെ താഴോട്ട് വന്നു, വീണ്ടും 12-ലൂടെ താഴോട്ട് വന്നു, വീണ്ടും ഇങ്ങനെ താഴോട്ട് വന്നു. ഇതെന്താണ്? ക്ലോക്ക് വൈസ്, കണ്ടിന്യൂസ്, റൗണ്ട്, റൈറ്റ്. അപ്പൊ നമ്മള് റൈറ്റ് ലെഫ്റ്റ് റൈറ്റിംഗ് പഠിച്ചു, റൗണ്ട് റൈറ്റിംഗ് പഠിച്ചു, ഒരു 2 വരിയൊക്കെ എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് വെറുതെ സമയം കളയണ്ട. ബാക്കി നമ്മൾ വാട്സപ്പ് വഴി അങ്ങനെ ക്ലിയർ ചെയ്തിട്ട് ഒരാഴ്ച കൊണ്ട് അങ്ങനെ പഠിക്കാം.
എഴുതി കഴിഞ്ഞു മാം. ഓക്കെ. മാഷാഅല്ലാ ബറക്കല്ലാഹു ഫീക്. അദ്നാൻ മാഷാഅല്ലാ ബറക്കല്ലാ. ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹസൻ കൊയങ്ങി തോന്നുന്നു. ഓക്കെ, നമുക്കിനി ഒരു ഷേപ്പ് കൂടി പഠിച്ചാലോ? അടുത്തതും കൂടി പഠിക്കാം കേട്ടോ. പിന്നെ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ അതൊന്നും കൂടി റിവേഴ്സ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. എന്നിട്ട് നാളെ നമുക്ക് അക്ഷരം പഠിക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് എല്ലാവരും ആയിട്ടുണ്ട് അല്ലെ? മിസ്ബാഹ് മാത്രമേ ഉള്ളൂ, അതിനുണ്ടാവും ചിലപ്പോ. എന്നാ പിന്നെ അടുത്ത പേജ് 10ാമത്തെ പേജിൽ നോക്കാം. ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടി ഇന്നത്തെ ഷേപ്പ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇനി ഒരു ഷേപ്പ് കൂടി കഴിഞ്ഞാൽ ഷേപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ എന്താണ്? റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ഓവൽ ഷേപ്പ് വരച്ച് നോക്കാം നമുക്ക്. ഓവൽ ഷേപ്പ് അറിയോ എങ്ങനെയാന്ന്? ഓവൽ ഷേപ്പ് ഇതേപോലെ റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം കേട്ടോ. ഓവൽ ഷേപ്പ് 3ാമത്തെ ലൈനിൽ തന്നെയാണ് തുടങ്ങുന്നത്. അത് അടിയിൽ നിന്ന് എടുത്തില്ല, അടിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഒരു കുഞ്ഞു വാല് വേണം കേട്ടോ. ഇത്തിരി വാല് പുറത്തോട്ട് വരണം. വാല് പുറത്തോട്ട് വന്നിട്ട് വീണ്ടും ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ച് ഇതിലോട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. എഴുതാൻ ടൈം തരാം. ഹസൻ ഇതിലോട്ട് ശ്രദ്ധിക്കും, എന്നിട്ട് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ടീച്ചർ അടുത്ത പേജിൽ എത്തുമ്പോൾ നിങ്ങൾ 1ാമത്തെ ലൈൻ എഴുതിയാൽ മതി കേട്ടോ. ഇപ്പൊ എങ്ങനെ എഴുതണമെന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഒരു ഓവൽ ഷേപ്പ് വരച്ച് വാല് പുറത്തോട്ട്, ഒരു കുഞ്ഞു വാലുണ്ട് എപ്പോഴും ഓർമ്മിക്കണം കേട്ടോ. പുറത്തോട്ട് ഓവൽ ഷേപ്പ് ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഒരു ഓവൽ ഷേപ്പ് വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇതെന്താണ്? റൈറ്റ് ടു ലെഫ്റ്റ് കണ്ടിന്യൂസ് ഓവൽ ഷേപ്പ് റൈറ്റിംഗ്. പല പോലെ ആവുന്നുണ്ടോ? ഓവൽ ഷേപ്പ് വരച്ച് ഇത്തിരി പുറത്തോട്ട് വന്ന് വീണ്ടും ഒരു ഓവൽ ഷേപ്പ് വരച്ച് വീണ്ടും പുറത്തോട്ട് വന്ന് അങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റ് കണ്ടിന്യൂസ് ഓവൽ ഷേപ്പ് റൈറ്റിംഗ്. വെച്ചിട്ട് നമുക്ക് ഓരോരോ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതൊക്കെ ഈസി ആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഏകദേശം ആ ഒരു ഷേപ്പ്. ഇനി നിങ്ങൾ എഴുതിക്കോളൂ. ഹസൻ കുഴങ്ങിയോ? ഹസൻ ഇത്തിരി വെള്ളം കുടിക്കണം. അപ്പൊ നിർത്താട്ടോ. ഉറക്കം വരണ്ട? മക്കള് ക്ഷമയോടുകൂടി ഇരിക്കുന്നുണ്ട് എല്ലാരും. മാഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും. ഒരു വാല് വേണം.
നീളനെ അതെ ചരിഞ്ഞു വരയ്ക്കും. ഇങ്ങനെ ചരിഞ്ഞു വരയ്ക്കണം. ചരിച്ചു വരയ്ക്കും. ചരിച്ച് ഇങ്ങനെ ചരിച്ചു വരണം കേട്ടോ. ചരിഞ്ഞു ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഒരു പേജൊക്കെ വരച്ചാ മതി. എഴുതി കഴിഞ്ഞോ? നമ്മുടെ സ്ക്രീനിലോട്ട് വരട്ടെ കേട്ടോ. ഇവിടെ ഹസൻ കഴിഞ്ഞ എഴുതി കഴിഞ്ഞ ഉറക്കം വരുന്ന മോന് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ നിർത്താട്ടോ. എന്നിട്ട് മോനെ ഒറ്റക്ക് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തന്നാ മതി കേട്ടോ. ഹസൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ, എഴുതി നോക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ടില്ലേ? എന്താ ഫിനിഷ് ചെയ്യണ്ട, ഒരു 1-2 ലൈന് ചെയ്താൽ മതി. കഴിഞ്ഞോ? ഒന്ന് നോക്കട്ടെ. നോക്കട്ടെ, ഹസന്റെ ആദ്യം ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഒന്നും കൂടി താഴ്ത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, മാഷാഅല്ലാ മാഷാഅല്ലാ, ബറക്കല്ലാഹു ഫീക്ക്, മാഷാഅല്ലാ. ഇനിയിപ്പോ ആരാ പറഞ്ഞേ? ഓക്കെ 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 ഓക്കെ, മാഷാഅല്ലാ, ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്ക്. പിന്നെ ആരുടെ കഴിഞ്ഞു? അതിനാന്റെ കഴിഞ്ഞാ? അതിനാന്റെ ഞാൻ കണ്ടില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ അതിനാ വിളിച്ച? ആരാ വിളിച്ച? ഇമാദോ? അതിനാന്റെ നോക്കട്ടെ, അതിനാന്റെ ഒന്ന് നോക്കട്ടെ. അതിനാൻ കാണിച്ചോണ്ടാ? അതിനാനെയാണ് ഇപ്പൊ ഞാൻ ഇതാക്കിക്കണം, ഫ്രെയിം ചെയ്തിരുന്നു. ഒന്നും കൂടി പൊന്തിച്ച്. അതിനാ നോട്ട് ബുക്കിൽ എഴുതണേ. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ. ഇതാരാ? ഇപ്പൊ ആരാ കാണിച്ചെന്നേ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഓരോരുത്തരുടെ എടുക്കാണ്. ആരപ്പ ഇനി കാണിച്ചു തരാമെന്ന് പറഞ്ഞേ? എന്നാ കാണിച്ചു തന്നു. ഓക്കെ, ഒന്ന് പൊന്നിച്ചു പിടിക്ക്. കാണില്ലടാ, ഒരു മിനിറ്റ്. അത് ഞാൻ വരാം. ഇനിയും പൊന്തിക്കുന്നു. അടിയിലായി എഴുതിയിട്ടില്ല, ക്യാമറ മേലെയാണ്. ഓക്കെ, അത് ഫോട്ടോ എടുത്ത് ഇട്ടോ. അതായത് അമീറിന്റെ. ഓക്കെ ഓക്കെ, മാഷാഅല്ലാ മാഷാഅല്ലാ, മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. ഓക്കെ 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 ഓക്കെ, എല്ലാവരും ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. അപ്പോ ഞാന് ഒന്നും കൂടി ഇപ്പൊ സമയമായില്ലേ? ഇനി അവർക്ക് ഇതാവും. ഇനി നിർത്താൻ. നിങ്ങൾ ഏകദേശം ഈ 2 പേജ് എഴുതിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ നോക്കിയിട്ട് ബാക്കി എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നിർത്താട്ടോ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് നാളെ. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ ബൈ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഅസ്സലാം. ബറക്കല്ലാഹു ഫീക്കും.
ഏ എന്തോ എടാ നിന്റെ ഫോണില്ലേ അതിന്റെ താഴെ ഒന്ന് സാധനം ഉണ്ട് അതില് മ്യൂട്ട് ഒന്ന് സൈൻ ഉണ്ട് ഒന്ന് സ്പീക്കറിന്റെ പോലെ സാധനം അത് ചെയ്തേ കേക്കണില്ല മ്യൂട്ടാ